നമസ്കാരം. സിനിമാ കഥയിലേക്ക്, സിനിമയുടെ കഥയിലേക്ക് സ്വാഗതം. സിനിമയുടെ കഥയുടെ തുടക്കം കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ചു. ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് മുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. മലയാള സിനിമയുടെ ചരിത്രം ഒരു തട്ടുപൊളിപ്പൻ സിനിമയുടെ തിരക്കഥ പോലെ വളരെ രസകരമാണ്. അത് ആധികാരികമായി എഴുതി വെച്ച രേഖകളൊന്നും അംഗീകരിക്കപ്പെട്ടത് ഇല്ല. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ, നാദിർ ഷാ, ഇപ്പോഴത്തെ നമ്മളുടെ സിനിമാ സംവിധായകൻ നാദിർ ഷാ അല്ല കേട്ടോ, സിനിക്ക്, വിജയകൃഷ്ണൻ, കോഴിക്കോടൻ തുടങ്ങി നൂറുകണക്കിന് സിനിമാ നിരൂപകന്മാരും വിമർശകന്മാരും പിന്നെ വിവിധ ചലച്ചിത്ര പ്രവർത്തകരും പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളിലൂടെയും ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ച ചിലരുടെ ആത്മകഥകളിലൂടെയും ജീവിത കഥകളിലൂടെയും അങ്ങനെ പലപ്പോഴായി പലയിടത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള വിശാലമായ സിനിമാ സാഹിത്യ ശേഖരത്തിൽ നിന്ന് വായനയിലൂടെ എനിക്ക് ലഭിച്ചത് എന്റെ വീക്ഷണത്തിൽ കൂടി അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രം പ്രധാനമായും എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടുപേരാണ്. ഒരാൾ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണനും മറ്റൊരാൾ വിജയകൃഷ്ണൻ. 1974 മലയാള സിനിമയുടെ ആധികാരിക രേഖ എന്ന് പറഞ്ഞ് കേരള സർക്കാർ പുറത്തിറക്കിയ മലയാറ്റൂർ രാമകൃഷ്ണൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടും നമുക്ക് മുന്നിലുണ്ട്. ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ, വിജയകൃഷ്ണൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇവരിൽ 3 പേരിലുമുള്ളത് പൊതുവായി കൃഷ്ണൻ മാത്രമാണ്. എന്നാൽ ഇവർ പറഞ്ഞതൊന്നും പൂർണ്ണതയുള്ളതോ വ്യക്തതയുള്ളതോ സത്യസന്ധമായതോ അല്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വഴിയെ പറയാം. ഇവരെ കൂടാതെ നിരവധി ആളുകൾ നമ്മുടെ സിനിമയുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വിസ്മരിക്കുന്നില്ല. അതിലേക്കെല്ലാം നമുക്ക് പതുക്കെ കടന്നു വരാം. അതിനു മുൻപൊരു കാര്യം, ഈ ചരിത്രം ഞാൻ ഇന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നാളെ ഇതും ഒരു ചരിത്രമായേക്കാം എന്ന ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഥ പറച്ചിലിനോട് പരമാവധി നീതി പുലർത്താൻ ഞാൻ ശ്രമിക്കും. പൂർവസൂരികളെ സ്മരിച്ചും അവരെ അനുസരിച്ചും അവരുടെ പറച്ചിലും പൊരുളും മനസ്സിലാക്കിയും അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ എന്റേതു മാത്രമായ നിരീക്ഷണവും നിലപാടുമൊക്കെ ഉണ്ടായേക്കാം. ഞാൻ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതും കണ്ടറിഞ്ഞതും ഇടയിൽ കടന്നു വരാം. ചില കാര്യങ്ങളിൽ എന്റെ നിഗമനങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം. ആ തോന്നലുകൾ മാന്യമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ കമന്റായി ഇവിടെ രേഖപ്പെടുത്തുക. മലയാള സിനിമയുടെ വിചിത്രമായ ചരിത്രം ഇന്ത്യൻ സിനിമയിലെ വിവിധ ഭാഷകളിലെ സിനിമകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാളം മാത്രം പറഞ്ഞു പോകാനും നമുക്കാകില്ല. നിശബ്ദ ചിത്രങ്ങളിൽ തുടങ്ങി പിന്നെ ശബ്ദചിത്രങ്ങളായി മാറിയ കാലഘട്ടമാണ് സിനിമയുടെ ബാല്യകാലം എന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ നിശബ്ദ ചിത്രങ്ങൾ പുറത്തു വരുന്നതിന് മുൻപും ഒരു കാലമുണ്ട്, ഒരു കഥയുണ്ട് സിനിമയ്ക്ക്. ഈ ലൂമിയർ സഹോദരന്മാരൊക്കെ കടന്നു വരുന്നതിന് മുൻപും സിനിമ എന്ന മാജിക്കിന് പ്ലാറ്റ്ഫോം ഒരുക്കിയ വിവിധ കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിലേക്കും നമുക്ക് ഇടയ്ക്ക് ഒന്ന് പോകണം. ഇന്ത്യയിൽ ഓരോ ഭാഷയിലും സിനിമ പിറന്നതും വളർന്നതും അതിന് രൂപമാറ്റം സംഭവിച്ചതുമെല്ലാം പല കാലഘട്ടങ്ങളായിട്ടാണ്. ഉദാഹരണം, മലയാളത്തിൽ വിഗതകുമാരൻ എന്ന സിനിമയാണ് ആദ്യത്തെ നിശബ്ദ ചിത്രമായി വന്നത് എന്ന് ഇപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് 1929 ചിലർ പറയുന്നു. എന്നാൽ അതല്ല, 1930 മറ്റൊരു കൂട്ടർ പറയുന്നു. എന്തായാലും അങ്ങനെ ഒരു സിനിമ ഉണ്ടായി എന്നതിന് നമുക്ക് മുന്നിലുള്ള ഒരു തെളിവ് ദാ ഈ കാണുന്ന ഒരു സ്റ്റിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നശിപ്പിക്കപ്പെട്ടു. ആ കഥ ഞാൻ പിന്നാലെ പറയാം. മലയാളത്തിൽ സിനിമ പിറക്കുന്നതിന് മുൻപ് ചില ഇന്ത്യൻ ഭാഷകളിൽ സിനിമ പിറന്നു കഴിഞ്ഞിരുന്നു. മലയാളത്തിൽ പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ബാലൻ പിറക്കുന്നു. ആദ്യത്തേത് നിശബ്ദ സിനിമയും രണ്ടാമത്തേത് ശബ്ദ സിനിമയുമായി അംഗീകരിക്കപ്പെടുന്നു. വിഗതകുമാരൻ റിലീസ് ചെയ്ത് 8-9 വർഷങ്ങൾക്ക് ശേഷം 1938 ജനുവരി 10 ബാലൻ റിലീസ് ചെയ്തത്. അതും കണക്ക് ശരിയാണോ എന്ന് നമുക്ക് വ്യക്തമായി അറിയില്ല. ചില ഊഹങ്ങൾ മാത്രമാണത്. ഈ വിഗതകുമാരനിലേക്കും ബാലനിലേക്കുമൊക്കെ നമുക്ക് പിന്നീട് പോകാം. അതിനു മുൻപ് സിനിമയുടെ അടിത്തറയ്ക്ക് കാരണമായ നാടക പ്രസ്ഥാനങ്ങളെപ്പറ്റി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ കടന്നു പോകാനാവില്ല. എല്ലാ ഭാഷകളിലും
സിനിമയുടെ പിറവിക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് നാടകം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും ശക്തമായ നാടക പ്രസ്ഥാനങ്ങൾ തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി ഭാഷകളിൽ ഉണ്ടായിരുന്നു. മലയാളത്തിലും ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നാടക പ്രസ്ഥാനം. നമുക്ക് ആ കൂട്ടത്തിൽ തെലുങ്ക് നാടക കാലത്തേക്ക് ഒന്ന് പോയി ഒരു നടിയുടെ കഥ കേൾക്കാം. അതാണല്ലോ നമ്മുടെ ടൈറ്റിൽ. ഒരു നടിയുടെ ജനനം, മറ്റൊരു നടിയുടെ മരണം. തെലുങ്കിൽ 100 കണക്കിന് നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ആ നാടക സംഘങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു കുടുംബം പോലെ പ്രവർത്തിക്കുന്ന നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. KPSC, NN പിള്ളയുടെ വിശ്വ കേരള കലാസമിതി, O മാധവന്റെ എന്നുവെച്ചാൽ നമ്മുടെ മുകേഷിന്റെ അച്ഛന്റെ കാളിദാസ കലാകേന്ദ്രം, കലാനിലയം സ്ഥിരം നാടക സമിതി തുടങ്ങിയ നാടക സംഘങ്ങൾ ഒരു കാലത്ത് ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതൊക്കെ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കണം. 1950-ന് ശേഷമാണ് ഈ സംഘങ്ങളെല്ലാം ഉണ്ടായത്. ഞാൻ പറയുന്നത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തിലെ കാര്യമാണ്. ആ കാലത്ത് തെലുങ്ക് നാടകവേദിയിൽ ഇത്തരം സ്ഥിരം നാടക സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തമായ നാടക സമിതിയായിരുന്നു സുരഭി തിയേറ്റർ എന്നായിരുന്നു അതിന്റെ പേര്. അതിപ്പോൾ ശ്രീ വെങ്കടേശ്വര സുരഭി തിയേറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും ആ നാടക സംഘം നാടകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ആ നാടക സംഘത്തിലുള്ളത് ഇന്ത്യയിലെ നാടക രംഗത്ത്, നാടക പ്രസ്ഥാനത്തിലൊക്കെ ഏറ്റവും പ്രശസ്തരായ പ്രമുഖരായ ആളുകൾ തന്നെയാണ് ഇന്നും ആ സുരഭി നാടക സംഘത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പറയുന്നത് 100-120 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ നാടക സംഘങ്ങളെല്ലാം ഒരു കുടുംബത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ആ നാടക സമിതിയിൽ തന്നെയുള്ള ആളുകളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിച്ച് ആ നാടക സമിതിയിലെ ഓരോ കൊച്ചു കൊച്ചു കുടുംബങ്ങളായി മാറുന്നത്. ദൂരദേശങ്ങളിലെല്ലാം നാടകം കളിക്കാൻ പോയാൽ ഇന്നത്തെ പോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. മാത്രമല്ല ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ തന്നെ താമസിച്ച് തുടർച്ചയായി നാടകം കളിക്കേണ്ടി വരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയാണ് അന്നത്തെ ഒരു രീതി. എന്ന് വെച്ചാൽ നാടകം പരിശീലിപ്പിക്കുന്ന സ്ഥലത്തു നിന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടാൽ 4-5 മാസങ്ങൾ കഴിഞ്ഞായിരിക്കും ഈ സമിതികളൊക്കെ ആ ക്യാമ്പിലേക്ക് മടങ്ങി വരുന്നത്. അതുവരെ നാടോടികളെ പോലെ നാട് മുഴുവൻ നടന്ന് നാടകം കളിക്കും. മിക്കവാറും ഹിന്ദു പുരാണ കഥകൾ തന്നെയായിരുന്നു അവതരിപ്പിക്കുന്ന നാടകങ്ങളൊക്കെ. ആ കാലത്ത് ഈ സുരഭി നാടക സംഘത്തിൽ 2 ആർട്ടിസ്റ്റുകൾ, അവർ ഭാര്യയും ഭർത്താവും അന്ന് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഭാര്യ സ്ഥിരം നായിക വേഷമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അവർ ഗർഭിണിയാകും. ആരംഭത്തിലൊന്നും ഒരു നടിയുടെ അല്ലെങ്കിൽ വേദിയിൽ വേഷം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഗർഭം അത്ര ഗൗരവമുള്ള വിഷയമല്ല. എന്നാൽ പോകെ പോകെ ഗർഭാവസ്ഥ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന വിധത്തിലായപ്പോൾ പിന്നീടുള്ള നാടകങ്ങളിലൊക്കെ അവർക്ക് അവരുടെ അവസ്ഥയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള കഥാപാത്രങ്ങളെ നിർമ്മിച്ചു നൽകിക്കൊണ്ട് അവരെ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അത്തരം പ്രത്യേക സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വേഷങ്ങൾ അങ്ങനെ കൊടുക്കാതെ ഇരിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം അവരുടെ ഏക വരുമാന മാർഗമാണ് ഈ നാടകം. മാത്രമല്ല അവരെ പോലെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നടികളെ കിട്ടുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ നാടകം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാവുകയും അവർ സ്റ്റേജിൽ തന്നെ വേദന കൊണ്ട് പുളഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ തന്നെ കർട്ടനിട്ടു, തിരശ്ശീലയിട്ടു. എന്നിട്ട് അവിടെ അപ്പോൾ തന്നെ അനൗൺസ് ചെയ്തു, ഇതുപോലെ ഒരു നടിക്ക് പ്രസവ സംബന്ധമായ അസ്വസ്ഥതയാണ്, അതിനാൽ നാടകം തുടർന്ന് നടത്താൻ കഴിയില്ല എന്ന്. എന്നാൽ അവിടെ എത്തിച്ചേർന്ന ജനങ്ങളിൽ ഒരാൾ പോലും പിരിഞ്ഞു പോയില്ല. ജനം മുഴുവൻ അവിടെ തന്നെ ഇരുന്നു. ആ നാടകം നടന്ന സ്റ്റേജിൽ തന്നെ കർട്ടൻ കൊണ്ട് മറച്ച് ആ നടി ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ ഈ പ്രസവത്തിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല എന്നത് മനസ്സിലാക്കി ഈ നാടക സമിതിയുടെ സംഘാടകർ വീണ്ടും അനൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നാടകം തുടർന്ന് നടത്താൻ കഴിയാത്ത സാഹചര്യം മാത്രമേ ഉള്ളൂ, അതിനാൽ നാടകം മറ്റൊരവസരത്തിൽ നടത്താം, എല്ലാവരും തൽക്കാലം പിരിഞ്ഞു പോകണം എന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിനി നാടകം കാണണ്ട, പക്ഷേ ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം. അത്
ആ സംഘാടകർ സമ്മതിച്ചു. ജനങ്ങളെല്ലാം സ്റ്റേജിലെത്തി. ആ അമ്മയെയും കുഞ്ഞിനെയും കണ്ടു. കണ്ടവർ ആ കുഞ്ഞിന് പണവും സ്വർണവും വസ്ത്രങ്ങളും ഒക്കെ സമ്മാനിച്ചു. ആ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അങ്ങനെ ജനം പിരിഞ്ഞുപോയി. ആ കുഞ്ഞിന് മാതാപിതാക്കൾ കമല എന്ന് പേരിട്ടു. നാടക സ്റ്റേജിൽ പിറന്ന് നാടക ക്യാമ്പിൽ വളർന്ന ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നാടകത്തിൽ ബാലതാരമായി വേഷം ചെയ്യാനും ആരംഭിച്ചു. അന്ന് ആ നാടക സമിതിയുടെ ഉടമസ്ഥന്മാർ കമല എന്ന പേരിനോടൊപ്പം അവരുടെ നാടക സമിതിയുടെ പേരും കൂട്ടിച്ചേർത്ത് നൽകി ആ ബാലതാരത്തിനെ അന്ന് ആദരിച്ചു. അങ്ങനെ കമല സുരഭി കമലയായി. കാലം കടന്നുപോയി. കമലയ്ക്ക് ഏതാണ്ട് 10-18 വയസ്സ് പ്രായമായി. ആ കാലഘട്ടങ്ങളിലെല്ലാം ആ കമലയുടെ പ്രായത്തിനനുസരിച്ചുള്ള വേഷങ്ങൾ നാടകവേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കമലയും നാടകവും വളർന്നത്. അന്ന് ഈ നാടക സമിതി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാടകം, കമലയ്ക്ക് ഏതാണ്ട് 18-19 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ സുരഭി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാടകം ഭക്തപ്രഹ്ലാദ എന്ന നാടകമായിരുന്നു. ആ നാടകത്തിൽ ലീലാവതി എന്ന കഥാപാത്രം, അതായത് ഹിരണ്യകശിപുവിന്റെ ഭാര്യയായി ആ വേഷമാണ് സുരഭി കമല അഭിനയിച്ചിരുന്നത്. നാടകം നല്ല സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലത്താണ് തമിഴിലെ ആദ്യത്തെ ശബ്ദചിത്രത്തിന്റെ വരവിന് ശേഷം തെലുങ്കിൽ ആദ്യത്തെ ശബ്ദചിത്രം നിർമ്മിക്കാനായിട്ട് ആർ ദേശ് ഇറാനി എന്ന നിർമ്മാതാവ്, എച്ച്.എം. റെഡ്ഡി എന്ന് പറയുന്ന സംവിധായകൻ, ഹനുമപ്പ മുനിയപ്പ റെഡ്ഡി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഇവർ രണ്ടുപേരും തമിഴ് സിനിമയിൽ നിന്ന് തെലുങ്ക് സിനിമയിലേക്ക് വരുന്നു. ആദ്യത്തെ ശബ്ദചിത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർ അവിചാരിതമായി ഈ നാടകം കാണുന്നു. അവർക്ക് ഈ നാടകം കണ്ടപ്പോൾ അത് തന്നെ സിനിമയാക്കണം എന്ന നിർബന്ധമാകുന്നു. നാടക സമിതിയെ അവര് അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് ബോംബെയിലേക്ക് കൊണ്ടുപോയി. നാടകത്തിലെ നടീനടന്മാരെ തന്നെ സിനിമയിലും വേഷം ചെയ്യിച്ചുകൊണ്ട് ആ നാടകം അതുപോലെ തന്നെ സിനിമയായി ചിത്രീകരിച്ചു. നാടകത്തിലെ ഗാനങ്ങൾ തന്നെയാണ് സിനിമയിലും ഗാനങ്ങളായി ഉപയോഗിച്ചത്. അങ്ങനെ നമ്മുടെ ഈ സുരഭി കമല ആദ്യത്തെ തെലുങ്ക് ശബ്ദചിത്രത്തിലെ നായികയായി. പിന്നീട് അവർ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ചു. 10-9 സിനിമകളിൽ അവർ തുടർന്ന് പിന്നീട് അങ്ങോട്ടുള്ള കാലത്ത് അഭിനയിച്ചു. അവരെ തെലുങ്ക് സിനിമ സുരഭി കമല ഭായി എന്ന് വിളിച്ച് ഇന്നും ആദരിക്കുന്നു. അവരിപ്പോഴും ജീവിച്ചിരിപ്പില്ല. 1932 ഈ ഭക്തപ്രഹ്ലാദ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. ആ കാലത്ത് നമ്മുടെ കേരളത്തിൽ എന്താണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ആദ്യമായി ഒരു നിശബ്ദ ചിത്രം നിർമ്മിക്കാൻ ഒരു മനുഷ്യൻ പരിശ്രമിക്കുകയും വളരെ കഷ്ടപ്പെട്ട് ചിത്രം പൂർത്തിയാക്കുകയും ചെയ്തു. ആ സിനിമ ആദ്യമായി പ്രദർശിപ്പിച്ചപ്പോൾ അതിൽ ഒരു സവർണ സ്ത്രീയുടെ കഥാപാത്രം ചെയ്തത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ആദ്യ പ്രദർശനം സവർണ വിഭാഗത്തിലെ ഒരു കൂട്ടർ തടഞ്ഞു. പ്രദർശനം നടന്ന തിയേറ്റർ അവർ കത്തിച്ചു. മാത്രമല്ല, ആ വേഷം ചെയ്ത നടിയെ, മലയാളത്തിലെ ആദ്യത്തെ നായികയെ പരസ്യമായി തടഞ്ഞു നിർത്തി വസ്ത്രാക്ഷേപം ചെയ്തു. ജീവനെ ഭയന്ന് അവർ രായ്ക്ക് രാമാനം കേരളത്തിൽ നിന്ന് ഒളിച്ചോടി. പിന്നീട് അവർ അവരുടെ ഐഡന്റിറ്റി പുറത്തു കാണിക്കാതെ അവരാരാണ് എന്ന് ലോകം മനസ്സിലാക്കാത്ത രീതിയിൽ കേരളത്തിൽ പോലും കാലുകുത്താതെ മരണം വരെ അന്യനാട്ടിൽ ജീവിച്ചു. ആ സിനിമയുടെ സംവിധായകനാണ് ജെസ്സി ഡാനിയൽ. ആ സിനിമയിലെ നായികയുടെ പേരാണ് പി കെ റോസി. കണ്ടല്ലോ, ഒരു നടിയുടെ ജനനവും മറ്റൊരു നടിയുടെ മരണവും. സിനിമ എന്ന മാജിക്കിനെ രണ്ട് നാട്ടുകാർ, രണ്ട് ഭാഷക്കാർ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നും സമീപിച്ചത് എന്നും മനസ്സിലായല്ലോ. ആ ഡാനിയലിന്റെ കഥയാണ് കമൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച സെല്ലുലോയിഡ് എന്ന സിനിമ. എന്നാൽ യഥാർത്ഥ കഥയിൽ ആവശ്യത്തിന് വെള്ളവും കള്ളവും ചേർത്താണ് കമൽ സിനിമ ചെയ്തത് എന്ന് ഈ ഡാനിയലിന്റെ കുടുംബത്തിലെ പലരും, ഈ സിനിമ കണ്ട പലരും സാക്ഷ്യപ്പെടുത്തും. നമുക്ക് നോക്കാം യഥാർത്ഥ കഥ എന്താണ്. മലയാളത്തിന്റെ സിനിമാ കഥയ്ക്ക് ഇനിയുമുണ്ട് ഏറെ കഥകൾ പറയാൻ. ഇനിയുള്ള സിനിമാ കഥ നമ്മുടെ ഈ ടാക്കീസിൽ നാളെയും മോർണിംഗ് ഷോ. അതുവരെ
എല്ലാവർക്കും സ്നേഹാദരം. ഈ പരമ്പര, ഇതിന്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. സ്നേഹാദരം.